ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാൻ നല്ല നേരത്തെ എണീക്കുകയാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് നേരത്തെയാണ് എണീക്കുന്നത്. ഞാനൊരു 7 to 9 ഇതിനിടയ്ക്ക് ഞാൻ എണീറ്റിരിക്കും. ഇന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് നേരെ പുറത്തോട്ടാണ് കേട്ടോ പോയത്. കാരണം തലേ ദിവസം ഉറങ്ങുന്നതിന് മുന്നേ വരെ മഴയൊന്നും ഇല്ലായിരുന്നു. ഇറക്കി അത് നല്ല വെയിലായിരുന്നു. എണീറ്റപ്പോഴത്തേക്ക് രാത്രി നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു മഴയുടെ. അപ്പോൾ എങ്ങനെയാണെന്നറിയാൻ വേണ്ടി ഞാൻ കൊണ്ടിറങ്ങിയതാട്ടോ. നല്ല പോസിറ്റീവ് വൈബിൽ വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കാണാൻ എന്ത് രസമാണ്. അങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. കുറച്ച് നേരം ഫ്രണ്ടിൽ സിറ്റൗട്ടിലൊക്കെ കുറച്ച് നേരം ഇരുന്നു. ഇതൊക്കെ അമ്മയുടെ മുപ്പനെ പ്ലാന്റ്സാണ് കേട്ടോ. കുറച്ച് നേരം ഫ്രണ്ടിലോട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞതേ ബ്രഷിങ്. ഞാൻ മിക്ക ദിവസവും രാവിലെ മറന്നു പോകുന്നൊരു കാര്യമാണ് ബ്രഷ് ചെയ്യാൻ. ഞാൻ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും കേട്ടോ ബ്രഷ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബ്രഷ് ചെയ്യാതെ ഫുഡ് കഴിക്കണമെന്ന്. ഇല്ലെങ്കിൽ വായിൽ നല്ല അണുക്കൾ ചത്തുപോകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കാപ്പി പിടിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക. അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കറി ചമ്മന്തിയാണെന്ന് മനസ്സിലായി. കാപ്പി ഇഡലിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡലിയും ചമ്മന്തിയും. അമ്മയുടെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്ക് അമ്മ രാവിലെ കട്ടൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കട്ട ഇടാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അമ്മ ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ഇഡലിയൊക്കെ എടുത്ത് വെച്ച് നല്ലതായിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ 2 എണ്ണത്തിൽ ഒതുക്കണം എന്നാണ് വിചാരിച്ചത്. ബട്ട് നല്ല ചമ്മന്തിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു 3 എണ്ണം കഴിച്ചു. 2 എണ്ണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 1 എണ്ണം വീണ്ടും എക്സ്ട്രാ എടുത്ത് വെച്ച് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി. അമ്മ അടിപൊളിയായിട്ട് ചമ്മന്തി വയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മറ്റേ മുളക് പൊടിയല്ല, ഇതിൽ മറ്റേ നമ്മുടെ ഫുൾ മുളകില്ലേ, ഉണങ്ങിയ മുളക്, അതിട്ടാണ് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കട്ടൻ്റെ അടുത്ത് നേരെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും മഴ പെയ്ത് തോർന്നു. അപ്പോഴൊന്ന് മഴ പെയ്ത് തോർന്നു. അങ്ങനെ അതേ മഴയുടെ ടൈം. അത് കഴിഞ്ഞിട്ട് കുറേ നേരം വന്ന് കിടന്നിട്ട് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ച് എണീറ്റതാണ്. എപ്പോഴും കിടന്നാലും ബോറടിക്കില്ലേ. അങ്ങനെ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി എണീറ്റു. അങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടോ നോക്കാനല്ല, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ മിച്ചർ മേടിച്ചുകൊണ്ട് വരണമെന്ന്. അങ്ങനെ മിച്ചർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്തി ഉള്ളത് കൊണ്ട് ഞാൻ മിച്ചറിനെ മൈൻഡാക്കിയില്ല, മന്തി കഴിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് മിച്ചറിൻ്റെ തലയിൽ കയറാൻ പോവുകയാണ്. അങ്ങനെ വന്നു. ഇത് പയ്യോളി മിച്ചറാട്ടോ, സാധാ നമ്മൾ നൈസ് മിച്ചറല്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഏകദേശം എല്ലാ സ്നാക്സും മിക്സ് ചെയ്താട്ടോ വരുന്നത്. അങ്ങനെ ഞാൻ ഇന്നലെ നല്ല മഴ പെയ്തപ്പോഴത്തേക്ക് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മിച്ചർ വേണം, മിച്ചർ വാങ്ങിയിട്ട് വരണേന്ന്. അങ്ങനെ പപ്പ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മിച്ചർ മേടിച്ചിട്ട് വന്നത്. അങ്ങനെ ഞാൻ അത് പൊട്ടിച്ച് കഴിക്കുവാണ്. എനിക്കങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ജോലിയൊന്നുമില്ല. ഞാൻ ഭയങ്കര ഫ്രീ ആണ്. എല്ലാം അമ്മ ചെയ്തോളും. ഇത് പാപ്പട്ടിനാണ് കേട്ടോ. എപ്പോഴും ഒരു പാപ്പട്ടിന് ഈ വീട്ടിൽ കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മിച്ചർ. അത് കഴിഞ്ഞിട്ട് നേരെ ബാക്ക് ടു റൂം. കുറേ നേരം കിടന്നെണീറ്റതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് കളർ ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് പാട്ടൊക്കെ ഇട്ട് കളർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ വന്നപ്പോഴത്തേക്ക് അമ്മ വഴക്ക് പറഞ്ഞ് 2 ഇഡലിയും ചമ്മന്തിയും കൊഞ്ച് തീയലും കൊഞ്ച് ഫ്രൈ ആയിട്ട് കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറിന് കഴിഞ്ഞപ്പോഴത്തേക്ക് പപ്പ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന മന്തിയുടെ ബൈക്കുണ്ടായിരുന്നു, അത് ചൂടാക്കി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പൂച്ചയല്ല, പക്ഷേ ഇതിൻ്റെ അടിയിൽ എപ്പോഴും കയറിയിരിക്കും. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ ഫ്രം ആർ സ്റ്റോറീസ്.